രാമ, ഇതാണ് അഗസ്ത്യർ പറഞ്ഞ പഞ്ചവടി എന്ന വനം. ഗോദാവരി നദിയുടെ താഴ്വാരത്തിലുള്ള ഈ സ്ഥലം 5 വലിയ ആൽമരങ്ങൾക്ക് നടുവിനായതുകൊണ്ട് പഞ്ചവടി എന്ന പേരുണ്ടായി. നീരൊഴുക്കുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് വാസയോഗ്യമാണ്. പക്ഷേ അങ്ങെന്താണ് പറയാൻ മടിക്കുന്നത്? ഈ പഞ്ചവടിയോട് വളരെ ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിന് ജനസ്ഥാനം എന്ന പേരുമുണ്ട്. അവിടെ ത്രികണ്ഠം എന്ന സ്ഥലത്ത് രാവണന്റെ ഇളയ സഹോദരന്മാരായ കരൺ, ദൂഷണൻ, തിരുശിരൻ എന്നീ 3 രാജാക്കന്മാരും സൈന്യസമേതം വസിക്കുകയാണ്. അത് കേട്ടുകേൾവിയുണ്ട്. ആ രാക്ഷസന്മാർ പല മായാരൂപങ്ങളിലും വന്ന് തുടർച്ചയായി ഉപദ്രവങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ മൂവരും വളരെ ജാഗ്രതയോടെ വേണം അവിടെ വസിക്കാൻ. അങ്ങനെ തന്നെ ചെയ്യാം. ഞാനും ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിരിക്കും. രാമ, നിങ്ങളുടെ പിതാവ് ദശരഥ ചക്രവർത്തി എന്റെ മിത്രം മാത്രമല്ല, കൂടെ പിറന്ന സഹോദരൻ കൂടിയാണ്. അതുകൊണ്ട് എന്നെ നിങ്ങളുടെ പിതൃസ്ഥാനീയനായി വേണം നിങ്ങൾ കരുതാൻ. എനിക്ക് വിട നൽകിയാലും. പ്രിയ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് യാത്രയായാലും. അനുജ, ലക്ഷ്മണ, ഇവിടെ അസുരന്മാരുടെ ശല്യം അധികമുള്ളതിനാൽ നമ്മുടെ ആശ്രമം നല്ല ഉറപ്പോടെ പണി കഴിപ്പിക്കേണ്ടതാണ്. അങ്ങനെയാവട്ടെ ജ്യേഷ്ഠ. വന്നാലും മാലിനി, എന്താ കുമാരി? ഈ ഗോദാവരി നദിയെപ്പറ്റി നിനക്കെന്താ പറയാനുള്ളത്? ഒരു നല്ല ബുദ്ധിശാലിയായ പെണ്ണ് ഒരേ സമയത്ത് പിറന്ന വീട്ടിലെ മാനവും പ്രവേശിച്ച വീട്ടിലെ അഭിമാനവും ബഹുമാനവും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നത് പോലെ ഈ നദിയും തന്റെ 2 കരകളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നീ എന്താ കളി പറയുകയാണോ? ലോകത്തുള്ള അഴക്, ഇമ്പം എന്നിവയെല്ലാം സ്വന്തം മേനിയിൽ അടക്കി വെച്ചിരിക്കുന്ന എന്നെപ്പോലെയുള്ള മലരുകൾ, തേൻതുള്ളികൾ, ചന്ദനം മുതലായവയെല്ലാം തന്നെ ഈ നദി എടുത്തുകൊണ്ടു പോകുകയാണ്. കുമാരി,
അവിടുന്ന് സകലകലാ വല്ലഭനായ രാവണന്റെ സഹോദരി ശൂർപ്പണഖയാണ്. അവിടത്തെ പോലെ എനിക്കിങ്ങനെ സുന്ദരമായി വർണ്ണിക്കുവാൻ കഴിയുമോ? അങ്ങനെ പറയേ. മാലിനി, മിന്നൽ പോലെ രൂപകൽപ്പന ചെയ്ത എന്റെ മേനി നോക്ക്. വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ആ നദിയെയും നോക്ക്. എന്റെ ആകാരവും ആ നദിയും ഒരുപോലെയാണെന്ന് തോന്നുന്നില്ലേ? അതെ അതെ, അതിരിക്കട്ടെ. ദണ്ഡകാരണ്യത്തിന്റെ ഭംഗി ആസ്വദിക്കുവാൻ വന്ന കുമാരി ഈ നദിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുകയാണെന്ന് തോന്നുന്നുവല്ലോ. നമുക്ക് ദണ്ഡകവനത്തിലേക്കും പഞ്ചവടിയിലേക്കും പോയേ തീരൂ മാലിനി. അവിടെ മാനം നോക്കി വളർന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളെ ചുറ്റി പടർന്നിരിക്കുന്ന പലതരത്തിലുള്ള മലർവള്ളികൾ, തുള്ളിക്കുതിച്ചോടുന്ന മാൻകൂട്ടങ്ങൾ, പീലി വിരിച്ചാടുന്ന മയിലിണകൾ, ആ മയിലുകളുടെ ചുവടുകൾക്കനുസരിച്ച് ഗാനമാലപിക്കുന്ന കുയിലുകളുടെ മധുരനാദം. മാലിനി, ആ ദണ്ഡകാരണ്യം വളരെയധികം മനോഹരമായിരിക്കും. ആയതിനാൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരായ കരദൂഷണന്മാരെ കാണാൻ വരുമ്പോഴെല്ലാം പഞ്ചവടിയിലേക്ക് പോകാതിരിക്കാറേയില്ല. ആദ്യം നമുക്ക് പോയി പഞ്ചവടി കണ്ടിട്ട് പിന്നീട് ദണ്ഡകാരണ്യത്തിലേക്ക് പോകാം. വാ. മാലിനി, ഈ ഗോദാവരി നദിക്കരയിലുള്ള മനോഹരമായ സ്ഥലമാണ് നമ്മൾ കാണുന്ന ഈ പഞ്ചവടി. ഇവിടെ ഒരു മാളിക നിർമ്മിച്ച് വസിക്കുകയാണെങ്കിൽ പ്രകൃതിയുടെ മധുരവുമായി ചേർന്ന് നേരം നീങ്ങുന്നത് പോലും അറിയാൻ കഴിയില്ല, അല്ലേ? കുമാരി, അവിടുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവിടത്തേക്ക് മുമ്പ് ഏതോ ഒരു മുനിവേരിയൻ ഇവിടെ വന്ന് ആശ്രമം പണിതിട്ടുണ്ട്. അതാ അവിടേക്ക് നോക്കൂ. ആശ്രമം കാണാൻ വളരെയധികം ഭംഗിയുണ്ടല്ലേ? ഭംഗി മാത്രമല്ല, അത് പവിത്രവുമാണ്. ആ ആശ്രമത്തിൽ വസിക്കുന്ന മുനിവര്യൻ കുമാരിയെക്കാളും 10 മടങ്ങ് പ്രകൃതി സ്നേഹിയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് കുമാരിയെ മറികടന്ന് ഇവിടെ വന്ന് ആശ്രമം പണിതിരിക്കുന്നത്. മാലിനി, തപസ്സിനോടൊപ്പം പ്രകൃതിയും ചേർത്ത് ആസ്വദിക്കുന്ന ആ തപസ്യായ മുനിവര്യൻ ആരാണെന്ന് എനിക്ക് ദർശിക്കണമെന്നുണ്ട്. കാണാമല്ലോ.
കുമാരി, അവിടേക്ക് നോക്കൂ. ആശ്രമത്തിൽ നിന്ന് ഒരു യുവ സന്യാസി പുറത്തേക്ക് വരുന്നു. ആ യുവസന്യാസിയെ കണ്ടിട്ട് ഒരു വീരസന്യാസിയെ പോലെ ഉണ്ടല്ലോ. കരങ്ങളിൽ വില്ലും അമ്പുമായി ഇരിക്കുന്ന അദ്ദേഹം നിശ്ചയമായും ഒരു വീരസന്യാസി തന്നെയാവും. കുമാരി എന്താ പറഞ്ഞു വരുന്നത്? മാലിനി, കാനനത്തിലെ മുനിവര്യന്മാരെല്ലാം കരങ്ങളിൽ കമണ്ഡലവും ദണ്ഡവും മാത്രമായിരിക്കും വച്ചിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം അതിന് വിപരീതമായി കെട്ടിവെച്ച വില്ലും അമ്പുമായിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹം നിശ്ചയമായി ഞാൻ പറഞ്ഞതുപോലെ വീരസന്യാസി തന്നെയായിരിക്കും മാലിനി. അതോടൊപ്പം സൗന്ദര്യവും യുവത്വവും ഏറെയുള്ള ആളുമാണ്. എന്നെപ്പോലെ വടിവൊത്ത തരുണീമണികളെ തന്റെ കമലദളം പോലുള്ള നേത്രങ്ങളാൽ മയക്കുന്ന ഒരു യുവസന്യാസിയെപ്പോലെയുണ്ട്. അവന്റെ അരികിൽ ചെന്ന് ദർശിക്കേണ്ടതുണ്ട്. ആ യുവത്വം തുളുമ്പുന്ന സൗന്ദര്യം എൻ്റെ ഇരു നേത്രങ്ങൾ കൊണ്ട് മതിയാവോളം ആസ്വദിക്കണം എനിക്ക്. ആശ തീരുവോളം അവൻ്റെ മേനിയെ തഴുകി വാരി പുണരുവാൻ വേണ്ടി എൻ്റെ ആത്മാവ് തുടിക്കുന്നുവല്ലോ. കുമാരി, കുമാരി, കുമാരി എന്താ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത്? മംഗമാരുടെ മനസ്സിനെ വശീകരിക്കാൻ ശക്തിയുള്ള അദ്ദേഹം കുമാരിയുടെ മനസ്സിനെ വശീകരിച്ചുവോ? അദ്ദേഹം എന്തിനാ ബുദ്ധിമുട്ടി വശീകരിക്കുന്നത്? ഞാൻ തന്നെ എൻ്റെ മനസ്സ് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ കൊണ്ടുചെന്ന് വച്ചിട്ട് വന്നതല്ലേ. കുമാരി, എന്താ ഈ പറയുന്നത്? അവിടുന്ന് പോയി വന്നുവെന്നോ? അതെ, ഞാൻ പോയി എന്നുള്ളത് സത്യമാണ്. എന്നാൽ എൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിട്ടിട്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അവൻ്റെ നേത്രത്തിൻ്റെ ഭംഗിയും തുടുത്തിരിക്കുന്ന തോളിൻ്റെ ഭംഗിയും അവൻ്റെ ആ കരങ്ങളുടെ ഭംഗിയും കണ്ട് എൻ്റെ മനസ്സ് അവൻ്റെ പാദങ്ങളിൽ വീണുപോയതാണ്. വെറും ശരീരം മാത്രമാണ് ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. കുമാരി, ആളുകളുടെ മനസ്സുകളിൽ താപം കോരിച്ചൊരിയുന്ന സുന്ദരമായ മേനിയുടെ ഉടമയായ ഇദ്ദേഹം തപസ് അനുഷ്ഠിക്കുവാൻ ആ തപസ് എന്ത് പുണ്യമാണാവോ ചെയ്തത്? ഇല്ല ഇല്ല, ഇത്രയും സൗന്ദര്യമുള്ളൊരു മേനി താപസ ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ ആ തപസ്സിനെ തന്നെ ഞാൻ വെറുക്കുകയാണ്.
മാലിനി, ഇവൻ ഏവരുടെയും മനം കവരുന്ന ഇന്ദ്രനാണോ? അല്ലല്ല. അവന്റെ മേനിയിൽ തന്നെ 1000 കണ്ണുകളുണ്ടല്ലോ. ശ്രീമതി പങ്കയുടെ മനം കവർന്ന പരന്താമനാണോ? അദ്ദേഹവും അല്ല. അദ്ദേഹം പാൽക്കടലിലാണുള്ളത്. ഇങ്ങനെയൊരു ഘോര വനത്തിലേക്ക് വരില്ല. മുമ്പൊരിക്കൽ മഹാദേവന്റെ തൃക്കണ്ണാൽ എരിഞ്ഞ് ചാമ്പലായ മന്മഥനാണ് പുനർജന്മം എടുത്ത് എനിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് എന്റെ പ്രണയം അദ്ദേഹത്തോട് പറയട്ടെയോ? കുമാരി, ലളിതമായ അലങ്കാരത്തോടു കൂടിയല്ലേ വന്നിരിക്കുന്നത്? ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിൽക്കുവാൻ പോവുകയാണോ? അതേ മാലിനി, നീ പറയുന്നതും ശരിയാണ്. പഞ്ഞി പോലെ മൃദുലമായ എന്റെ പാദങ്ങൾ താമരപ്പൂ പോലെ ശോഭിക്കേണ്ടതാണ്. അതിൽ സൂര്യരശ്മികൾ കൂടുകൂട്ടണം. ആഹ്ലാദവും വഞ്ചനയും കലർന്ന നോട്ടം നമ്മുടെ അസുരകുലത്തിന് എന്നെ സ്വന്തമായ സ്വത്താണ്. അതിനെ മറച്ചു പിടിച്ച് ഒരു പുതിയ ഭാവത്തിൽ, വർണ്ണമയിൽ പോലെ, വടിവഴകുള്ള അരയന്നത്തെപ്പോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് എനിക്ക് നിൽക്കണം. പിന്നെ സ്വർണ്ണ നിറമുള്ള ഒരു പൂവ് പോലെ എന്റെ വദനം പ്രകാശപൂർണമാകണം. എന്റെ ഈ തിരുമേനിയാകെ പൂത്ത് തളിർത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിയർക്കും വിധം ഞാനൊരു ദർശനം നൽകണം. എന്നിട്ട് വിരിയുവാൻ തുടങ്ങുന്ന കർപ്പക പുഷ്പം പോലെ എന്റെ സുന്ദരമേനി പുളകം കൊള്ളണം. പറയുന്ന ഓരോ വാക്കുകളിലും തേൻ കിനിയുമാറാകണം. ഇവളുടെ കൂന്തലിലെ മേഘം വന്ന് ആകാശം മൂടിയതാണോ എന്ന് സംശയിക്കും വിധം എന്റെ ശിരസിലെ അലങ്കാരത്തെയും മാറോടണച്ചു ചെന്ന് നിന്നാൽ ഞാൻ കൈ നീട്ടാതെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സെനിക്ക് തന്നിട്ട് പോകുന്നതാണ്. കുമാരി, അവിടുത്തെ സൗന്ദര്യം കാണുമ്പോൾ നാരിയായ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട്. ഒരു നാരി പ്രേമിക്കുന്ന സമയത്ത് മറ്റൊരു നാരി അരികിലുണ്ടാകാൻ പാടില്ല. നീ പോയി നദിക്കരയിലിരിക്ക്. ഞാൻ അവന്റെ മനസ്സ് കവർന്നുകൊണ്ടുവന്ന് നിന്നോട് നടന്നതെല്ലാം പറയാം. കുമാരി, അവിടുന്ന് നഷ്ടപ്പെടുത്തുന്നത് മനസ്സാണ്, നേടുന്നത് സുഖപ്രദവുമായിരിക്കണം. ഇത് മനസ്സിലിരിക്കട്ടെ. മാലിനി, പോയി വരാം.